സ്വന്തക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിന് വൻ തിരിച്ചടി. വിവിധ വകുപ്പുകളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞു. വിവിധ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, ഈ സർക്കാരിന്റെ അവസാന കാലമാണ്. ഇപ്പോൾ സ്ഥിരമാക്കിയില്ലെങ്കിൽ പിന്നീട് സ്ഥിരമാക്കാൻ പറ്റാതെ വരും. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ വന്നാൽ അതൊന്നും നടക്കാതെ വരും. അപ്പോൾ എല്ലാ വകുപ്പുകളിലും ഇതുപോലെ തെരഞ്ഞു പിടിച്ച് സ്വന്തക്കാരെ സ്ഥിര നിയമനം നൽകാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അതിനെതിരെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്, ഇടപെടലുണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. നിലവിൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞിരിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ. അതായത് ഇക്കഴിഞ്ഞ ജനുവരി 3-ാം തീയതിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വിവിധ വകുപ്പുകളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനായിട്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. പക്ഷേ ഈ സ്ഥിരപ്പെടുത്താനായിട്ടുള്ള നീക്കം അത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രാഥമികമായിട്ട് നിയമവിരുദ്ധത ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥിരപ്പെടുത്തൽ നടപടികൾ ഹൈക്കോടതി താൽക്കാലികമായിട്ട് തടഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നതാണ്. അതായത് സ്വന്തക്കാരെ സ്ഥിരപ്പെടുത്താനായിട്ടുള്ള ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നേ ഈ നടപടികളൊക്കെ തന്നെ പൂർത്തീകരിക്കാനായിട്ടുള്ള ശ്രമവും ഉണ്ടായിരുന്നു. ആ വിഷയവും ഹൈക്കോടതിയിൽ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ഈ സ്ഥിരപ്പെടുത്തുന്നതിന് മുൻപ് ചില നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതൊന്നും തന്നെ പൂർത്തീകരിക്കാതെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകളുമായിട്ട് വിവിധ വകുപ്പുകൾ മുന്നോട്ട് പോവുകയായിരുന്നു. ലൈബ്രറിയന്മാർ, അതോടൊപ്പം തന്നെ നഴ്സറി ടീച്ചർമാർ, ആയമാർ തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനായിട്ടുള്ളതായിരുന്നു സർക്കാരിന്റെ നീക്കം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഇത് തടഞ്ഞിരിക്കുന്നത്. ഹർജിക്കാർ ഉന്നയിച്ച വാദങ്ങളിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് മുഹമ്മദ് നിയാസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായത്. ഹർജിക്കാർ മറ്റൊരു പ്രധാനപ്പെട്ട വാദം കൂടി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സുപ്രീം കോടതിയുടെ മുൻകാല ഉത്തരവുകൾ പ്രകാരം നിയമവിരുദ്ധമായിട്ടുള്ള സ്ഥിരപ്പെടുത്തൽ അനുവദിക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ അതിന് കടകവിരുദ്ധമായിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള സ്ഥിരപ്പെടുത്തൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. അതിൽ ഹൈക്കോടതി ഇടപെടണം എന്നുള്ളതുമായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. എന്തായാലും ഹൈക്കോടതി ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ 3-1, അതായത് ജനുവരി 3-ാം തീയതി സർക്കാർ ഈ സ്ഥിരപ്പെടുത്താനായിട്ട് ഉത്തരവിറക്കിയത് ഹൈക്കോടതി താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. വിശദമായിട്ട് തന്നെ ഈ ഹർജിയിൽ വാദം കേൾക്കുമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ രേഷ്മ.